ഹായ് ഹലോ വെൽക്കം ടു വിസ്ക് ആൻഡ് വീവ്. ഇന്നലെ നമ്മളൊരു ഫ്രോക്കിൻ്റെ കട്ടിംഗ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കട്ടിംഗ് പാർട്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളിവിടെ 2 ലൈനിങ്ങും ഒരു മെയിൻ ക്ലോത്തും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അതിനായിട്ട് ഞാനിവിടെ ക്രേപ്പ് ലൈനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ ക്ലോത്ത് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആക്ച്വൽ മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള കോട്ടൺ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. അതിന് ശേഷം നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, നോച്ചസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചെടുക്കാം. നമ്മളിതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇതേപോലെ നമ്മൾ ലൈനിങ്ങിനെ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക. എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ മേലെ കൂടെ മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് നെക്ക് ഫിനിഷായി കിട്ടും. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ലൈനിങ് മടക്കിയിട്ട് നമുക്ക് മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എക്സ്ട്രാസ് ഒക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഇത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ആം ഹോള് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, 1/2 ഇഞ്ചിൻ്റെ അടുത്ത് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് കറക്റ്റായിട്ട് വെച്ച ശേഷം നമ്മുടെ കോട്ടൺ ലൈനിങ്ങിൻ്റെ അതേപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു പറഞ്ഞാൽ കേൾക്കാത്തൊരു ഫാബ്രിക്കാണ് ഇതിൻ്റെ ഓർഗാൻസ ഫാബ്രിക്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതങ്ങനെ നിൽക്കും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് പോർഷൻ ചെയ്തെടുക്കാം. എപ്പോഴും ബാക്ക് പോർഷൻ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ക്രേപ്പ് ലൈനിങ് വെച്ചു, അതിനുശേഷം നമ്മളുടെ മെയിൻ ഫാബ്രിക്കായിട്ടുള്ള ഓർഗാൻസ വെച്ചു, അതിനുശേഷം നമ്മുടെ കോട്ടൺ ലൈനിങ് ഇങ്ങനെ നമ്മൾ 2 പീസാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത ശേഷം നിങ്ങൾ സെൻറ്ററിൽ കട്ടിങ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. സെയിം എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതുപോലെ ലൈനിങ്ങിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ ഇതിന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ എക്സ്ട്രാസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ബാക്ക് പോർഷനിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് സൈഡ് നമ്മൾ നോക്കി വെക്കണം കേട്ടോ. അതുപോലെ ഓർഗാൻസയും അതുപോലെ ക്രേപ്പ് ലൈനിങ്ങും ഒരു സൈഡിലേക്കും നമ്മുടെ കോട്ടൺ ലൈനിങ് ഇപ്പുറത്തെ സൈഡിലേക്കും ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ കറക്റ്റായിട്ട് ഫ്രണ്ട് പോർഷൻ്റെ ഏത് സൈഡിലെ ഷോൾഡറാണോ വരുന്നത് അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കോട്ടൺ ലൈനിങ് ഇങ്ങനെ അതിൻ്റെ മേലെ കൂടെ ഓവർലാപ്പ് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ വിരിച്ചിടാം. അതിന് ശേഷം ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. ഒന്നുകൂടി കാണിക്കുകയാണ്. ബാക്ക് പോർഷൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ മേലെ ഫ്രണ്ട് പോർഷൻ്റെ മെയിൻ ക്ലോത്ത് വരുന്ന രീതിയിൽ നമ്മൾ വെക്കുക. അത്രയേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കാൻ. അതിന് ശേഷം ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഈ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ മേലെ കൂടെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആദ്യം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് കൺഫ്യൂഷൻ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ആലോചിച്ചാൽ മതി. എപ്പോഴും മെയിൻ ക്ലോത്തും കൂടി അടുത്ത് വരണം, ലൈനിങ്ങും കൂടി അടുത്ത് വരണം. അത്ര ആലോചിച്ചാൽ മതി. അതിന് ശേഷം ഞാനിവിടെ ഒന്ന് ആദ്യം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തെന്നിപ്പോവില്ല. മറ്റേ നമ്മൾ ആദ്യമേ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഉള്ളിലത്തെ ഫാബ്രിക് അങ്ങോട്ട് തെന്നിപ്പോവും. ഇനി നമുക്കിതുപോലെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും കൂടി ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് തിരിഞ്ഞു പോവാതെ നോക്കണം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മളുടെ സീം അലവൻസൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് വളരെ നീറ്റായിട്ടുള്ള ഷോൾഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കണം. അടുത്ത ബാക്ക് പീസ് എടുക്കുക. അതിന് ശേഷം ഫ്രണ്ടിൻ്റെ ഈ ഒരു പോർഷൻ മെയിൻ ക്ലോത്തിൻ്റെ മേലെ മെയിൻ ക്ലോത്ത് വരുന്ന പോലെ ഇങ്ങനെ തന്നെ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സീം അലവൻസൊക്കെ ഉള്ളിൽ പോകുന്ന രീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇതിനു മുമ്പ് ഞാൻ വേറൊരു മെത്തേഡ് കുട്ടികളുടെ ഡ്രസ്സിലെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. 1-2 മെത്തേഡ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് കണ്ടു നോക്കണേ. ഇനി നമ്മൾ ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ സിപ്പ് വെക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിവിടെ ആ ഒരു 3 ക്ലോത്തും കൂടി തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് 2 സൈഡും. ഇനി ഇവിടെ നമ്മൾ ഇൻവിസിബിൾ സിപ്പറാണ് വെക്കുന്നത്. ഇൻവിസിബിൾ സിപ്പറിൻ്റെ പ്രത്യേകത ഈ ടീത്ത് അതുപോലെ ബാക്കിലോട്ടായിരിക്കും കേട്ടോ. ബാക്കിയുള്ള സിപ്പറിനൊക്കെ ഫ്രണ്ടിലോട്ടായിരിക്കും. അതുപോലെ ഈ ഒരു എന്താ പറയുക, അതിൻ്റെ റണ്ണർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതായിരിക്കും. അതൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്ന പ്രത്യേകതകൾ കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ സീം അലവൻസ് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സിപ്പർ അറ്റാച്ച് ചെയ്യാനായിട്ട്, ആ ഒരു വര ഞാൻ ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വരച്ച് വെച്ചാണ്.
ഇനി ഈ ടീത്ത് ഉണ്ടല്ലോ അതിങ്ങനെ നേരെ തിരിച്ചിട്ട് ആ വരയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് വെക്കേണ്ടത്. എന്നിട്ട് കുറച്ച് എക്സ്ട്രാ കയറ്റി വെക്കണം. കാരണം നമ്മൾ ഓൾറെഡി നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് എടുത്തതായതുകൊണ്ട് അതിങ്ങനെ കുറച്ച് മുകളിലേക്ക് വെച്ച ശേഷം ഇങ്ങനെ ഒന്ന് മടക്കിയ ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ സാധാരണ നമ്മുടെ തയ്യൽ മെഷീൻ്റെ ഫൂട്ടർ ഇട്ടിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യണ്ടേ അല്ലേ? അപ്പോൾ അതിനായിട്ട് ഇതേപോലെ എക്സ്ട്രാ വെച്ച ശേഷം അതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ആ സ്റ്റിച്ച് ചെയ്യുന്ന പോർഷൻ ക്യാമറയിൽ കിട്ടിയിട്ടില്ല. അത് ഞാൻ ഫോണ് ചെരിഞ്ഞു പോയത് ശ്രദ്ധിച്ചില്ല കേട്ടോ, സോറി. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതങ്ങനെ സാധാരണ ഫൂട്ടർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു ഡിസ്റ്റൻസിൽ ആദ്യം ഒന്ന് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് കൈ കൊണ്ട് ഇങ്ങനെ അകത്തി പിടിച്ച് കഴിഞ്ഞാൽ ഈ ടീത്തറിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഡിഫിക്കൽട്ടാണ്. വൺ സൈഡ് ഫൂട്ടർ ഉള്ളവർക്ക് അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിലും ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് നന്നായിട്ട് അതൊന്നിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുത്ത ശേഷം പതുക്കെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ റണ്ണർ ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ റണ്ണർ കയറ്റുമ്പോൾ നമ്മളിത് കറക്റ്റായിട്ടാണോ സ്റ്റിച്ച് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റും. കറക്റ്റ് അതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു റണ്ണറല്ല ടീത്ത് കാണാത്ത രീതിയിൽ ഇതുപോലെ നമ്മുടെ ഫാബ്രിക് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇനി നമ്മൾ അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കുറച്ച് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബിഗിനേഴ്സിനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റ് വെച്ച ശേഷം, അതായത് സിപ്പ് ക്ലോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതും എവിടെയാണ് എൻഡ് ചെയ്യേണ്ടതെന്നുള്ളതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് വീണ്ടും ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയി കഴിഞ്ഞാൽ സിപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. ഇതേപോലെ ടീത്തർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും നമ്മൾ ആ സീം അലവൻസ് കൊടുത്ത ആ വരയിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഞാനൊരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തെന്നി പോവാതിരിക്കാനാണ്. എന്നിട്ട് സെയിം ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ടീത്തർ നല്ലോണം നമ്മുടെ വിരൽ കൊണ്ട് അകത്തിയിട്ട് അടുത്ത് കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് സിബ് ക്ലോസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നമ്മൾ സിബ് കാണാത്ത രീതിയിൽ തന്നെ നമ്മുടെ ഫാബ്രിക് കറക്റ്റായിട്ട് തന്നെ അതിൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് സാധാരണ ഫൂട്ടർ വെച്ചിട്ടും ഇത്ര നീറ്റായിട്ട് ചെയ്തെടുക്കാമെന്ന് മനസ്സിലായില്ലേ? കുറച്ച് പതുക്കെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഫ് സ്ലീവ് ആയതുകൊണ്ട് സെൻറ്ററിൽ നിന്നല്ല ഒരു സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് സെൻറ്റർ അതുപോലെ നോച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതുപോലെ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണു. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും ചെയ്യുന്നു. ഇതുപോലെ രണ്ട് കൈയും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ ഫാബ്രിക്കിൻ്റെ തന്നെ ഒരു ഗോൾഡൻ കളർ ബോർഡർ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഒന്നുകിൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റോങ് സൈഡിൽ ആദ്യം ഇതൊന്ന് ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇതിനെ ഇങ്ങനെ നമ്മുടെ മെയിനായിട്ടുള്ള സൈഡിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ നീറ്റായിട്ട് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലേസോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ താഴത്തെ ഈ പോർഷൻ്റെ താഴെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് തെന്നി പോവാതിരിക്കാനായി. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുമ്പോൾ അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ സീം അലവൻസ് ഒരു 1.5 ഇഞ്ച് കൊടുത്ത ശേഷം അത് വിട്ടിട്ട് 1 ഇഞ്ച്, പിന്നെ നമ്മൾ 3 ഇഞ്ച്, 1 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ 3 ഇഞ്ചാണ് ഇൻടേക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻടേക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ കട്ടിങ് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ 4 ഇഞ്ചാണ് കൊടുത്തെങ്കിൽ ഉള്ളിലേക്ക് 4 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് 4 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്യണം. നിങ്ങൾ എത്രയാണോ പ്ലീറ്റിൻ്റെ വിഡ്ത്ത് കൊടുത്തത് അതേപോലെ തന്നെ നമ്മളുടെ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ 1 ഇഞ്ചിൽ നിന്ന് പിന്നെ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് 3 ഇഞ്ചിൻ്റെ ആ വരയുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ വെക്കുക. ഇതേപോലെ അടുത്ത 1 ഇഞ്ചിൽ നിന്ന് പിടിക്കുക. എന്നിട്ട് 3 ഇഞ്ചിൻ്റെ വരയിലേക്ക് ഇങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ നേരത്തെ മെഷർമെൻറ്റ് കട്ട് ചെയ്യുമ്പോൾ എടുത്തത് അത് തന്നെ ഇവിടെ കൊടുക്കണം എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഫുള്ളായിട്ട് ഇടാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ യോക്ക് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ മേലെ നമ്മുടെ ബോട്ടം പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. പിന്നെ യോക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ മേലെ ബോട്ടം പാർട്ട് ലൈനിങ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. അപ്പോൾ ബോട്ടം പാർട്ട് പിന്നെ ലൈനിങ് കറക്റ്റ് മെഷർമെൻറ്റ് ഒന്നും വേണമെന്നില്ല. ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് നിങ്ങളൊരു ചെറിയ പ്ലീറ്റ്സോ വലിയ പ്ലീറ്റ്സോ നിങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സൈഡ്സ് ജോയിൻ ചെയ്യണതിന് മുൻപായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം ബാക്കിലും ഫ്രണ്ടിലും.
എന്നാൽ മാത്രമേ ഈ പ്ലീറ്റ്സ് നല്ല നീറ്റായിട്ട് നിൽക്കുള്ളൂ. ഇനി നമ്മുടെ പണി സൈഡ്സ് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഡോരി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ടൈ ചെയ്ത് കൊടുക്കാം, ബാക്കിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോത്ത് കൊണ്ട് തന്നെ അടിച്ചുണ്ടാക്കാം. അത് ഞാൻ നേരത്തെ ഫ്രോക്കിൻ്റെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിതാ നമ്മളിങ്ങനെ യോക്ക് പാർട്ടിൻ്റെ ആ ഒരു ബാക്ക് പീസിൽ നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുകയാണ്. അത് അതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കവർ ചെയ്തിട്ട്. പിന്നെ നമ്മൾ 1.5 ഇഞ്ചാണ് സീം അലവൻസ് ചുറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നത്, സൈഡ്സിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് യോക്ക് പാർട്ടിൽ നിന്ന് താഴെ ഒരു 2.5 ഇഞ്ച് വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ അവിടെ ലോക്കിട്ട് നിർത്തിയ ശേഷം നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ലൈനിങ് പീസിനെ മാറ്റി വെച്ചിട്ട് ആദ്യം മെയിൻ ക്ലോത്ത് രണ്ടും മാത്രം സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ കൊണ്ടുപോവുക. അതിനുശേഷം മെയിൻ ക്ലോത്തിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ വരെ കൊണ്ടുപോവുക. അതിനുശേഷം ലൈനിങ് ക്ലോത്ത് മാത്രം എനിക്കിവിടെ മടക്കി അടിക്കേണ്ട ഒരു പരിപാടിയുണ്ട്. താഴെ 2 സൈഡ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത ശേഷം ലൈനിങ് ക്ലോത്ത് മാത്രം ഞാനൊന്ന് മടക്കി അടിക്കുന്നതും. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആകെ ആ ലോട്ടസ് ഡിസൈൻ മാത്രം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയി പോകും. സോ ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്